സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ട് ഗതാഗത വകുപ്പ്. പദ്ധതി ഏത് മാതൃകയിൽ നടപ്പിലാക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പ്രത്യേക യോഗം തീരുമാനിക്കും. ഈ മാസം 15-ന് പദ്ധതിക്ക് തുടക്കം കുറിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനു മുന്നോടിയായി KSRTC സമർപ്പിച്ച റിപ്പോർട്ടുകൾ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്ത ശേഷമാണ് വിഷയം മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടത്. പദ്ധതിയുടെ ആനുകൂല്യം എല്ലാ സ്ത്രീകൾക്കും ലഭ്യമാക്കുമെന്ന് മന്ത്രി CP ജോൺ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വൻ സാമ്പത്തിക ബാധ്യതയാണ് സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഇത് സംബന്ധിച്ച വ്യക്തമായ കണക്കുകൾ മാനേജ്മെന്റ് സർക്കാരിന് നൽകിയിട്ടുണ്ട്. മുഴുവൻ ബസ്സുകളിലും സൗജന്യയാത്ര അനുവദിക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ട് 112 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് KSRTCയുടെ വിലയിരുത്തൽ. ഓർഡിനറി ബസ്സുകൾ മാത്രമാക്കിയാൽ ഇത് 57 കോടിയായി കുറയും. സിറ്റി ഫാസ്റ്റും ഓർഡിനറിയും ഉൾപ്പെടുത്തിയാൽ 65 കോടിയും, ഇതിനൊപ്പം ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ കൂടി ഉൾപ്പെടുത്തിയാൽ 90 കോടി രൂപയുമാണ് 3 മാസത്തെ ചിലവായി കണക്കാക്കുന്നത്. നിലവിൽ 12 ലക്ഷത്തോളം വനിതകളാണ് പ്രതിദിനം KSRTCയിൽ യാത്ര ചെയ്യുന്നത്. സൗജന്യ യാത്ര പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ സംഖ്യ ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ ശമ്പളത്തിനും പെൻഷനും നൽകുന്ന സാമ്പത്തിക സഹായത്തിനു പുറമെ സ്കീം അനുസരിച്ചുള്ള തുക മുൻകൂറായി സർക്കാർ നൽകിയാൽ മാത്രമേ പദ്ധതി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് KSRTC വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.